നമുക്ക് കിട്ടിയിരിക്കുന്നത് സാംസങ്ങിന് S23 അൾട്ര എന്ന് പറയുന്ന ഒരു മോഡലാണ്. കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ ഇതേപോലെ ചാർജ് കുത്തി കഴിഞ്ഞാൽ ലോഗോ വരുന്നു പോകുന്നു. ഇനി ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ സാംസങ്ങിന്റെ ലോഗോ വരിക പോവുക, കുറച്ച് നേരം ജസ്റ്റ് ഇങ്ങനെ സ്റ്റക്ക് ആവും, ലോഗോ വരിക പോവുക. ഇനി ഫുള്ളായിട്ട് ഓൺ ആയാലോ ക്യാമറ വർക്ക് ചെയ്യാണ്ടിരിക്കുക, അതേപോലെ തന്നെ ബോർഡ് ഭയങ്കരമായിട്ട് ഹീറ്റ്, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു സംഭവമാണ്. കംപ്ലൈന്റ് എന്താണെന്നുള്ള ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിന് കോമൺ ആയിട്ട് ഇപ്പോൾ വരുന്ന എല്ലാത്തിനും വരുന്ന സെയിം ഇഷ്യൂ CPU എന്ന് പറയുന്ന ഐസിന്റെ കംപ്ലൈന്റ് ആണ്. S22 അൾട്ര S23 അൾട്ര ഈ ഒരു സംഭവം CPU കംപ്ലൈന്റ് മാത്രമല്ല കേട്ടോ, ഡെഡ് ആയിട്ടൊക്കെ വരാറുണ്ട്. ഡെഡ് ആയിട്ട് വരുന്ന ബോർഡ് ഷോർട്ട് ആയിട്ടും ലീക്കേജ് ആയിട്ടൊക്കെ ഇഷ്ടം പോലെ വരാറുണ്ട്. ഇതിപ്പോൾ CPU കംപ്ലൈന്റ് ആയതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ റാമും അതേപോലെ തന്നെ CPU കമ്പിപ്പാരും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പൊക്കി ഫുള്ള് റീബോളും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ട് ഫുള്ള് റീഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ തന്നെ ഏറെക്കുറെ സാധനങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. എനിക്ക് എടുത്ത് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഇറങ്ങിയ സമയത്ത് മാരക വീഡിയോസും കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഹൈപ്പും കൊടുത്തൊരു മോഡലാണ് S22 അൾട്ര S23 അൾട്ര എന്ന് പറയുന്ന ഒരു മോഡലൊക്കെ. ഇങ്ങനെ പറയാനുള്ള റീസൺ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ പോക്കോ എന്ന് പറയുന്ന ഒരു മോഡൽ ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്ത് ഒരുപാട് ആൾക്കാർ എടുത്ത് പിന്നെ അത് ഏകദേശം 2 കൊല്ലമോ 3 കൊല്ലമോ അല്ലെങ്കിൽ 1.5 കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഫുള്ള് കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് CPU കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ഇതായിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥ ഇപ്പോൾ സാംസങ്ങിൻ്റെ ഡിവൈസിൽ S22 അൾട്ര S23 അൾട്ര ഇങ്ങനത്തെ ഒരു മോഡലിനും കൂടെ, അതും പ്രീമിയം മോഡലിനും കൂടി ഇപ്പം വരാൻ തുടങ്ങിയിട്ടുണ്ട്. കംപ്ലയിൻറ്റ് വരാൻ ഇത്ര പൈസ കുറഞ്ഞ ഫോണെന്നോ ഇത്ര പൈസ കൂടിയ ഫോണെന്നോ ഒന്നുമില്ല. കംപ്ലയിൻറ്റ് വരാനുള്ളതാണെന്നുണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ് എല്ലാത്തിനും വരും. എനിക്ക് തന്നെ ഇപ്പോൾ ഏകദേശം സാംസങ് S23 അൾട്ര ഏകദേശം ഒരു 10-15 മേളിൽ എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ S22 അൾട്ര ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വന്നിട്ടുണ്ട്. ഈ 15 മേളിൽ വന്നെന്ന് പറയുന്നത് CPU കംപ്ലയിൻറ്റ് കൊണ്ട് മാത്രമാണ്. പക്ഷേ ബോർഡ് ഷോട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു കംപ്ലയിൻറ്റിൽ എനിക്ക് വേറെ കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊരു മോഡലാണെങ്കിലും റേറ്റ് കൂടി കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് വരില്ല എന്നൊന്നുമില്ല, എല്ലാം കംപ്ലയിൻറ്റ് വരും. പ്രീമിയം മോഡൽ ഫോൺ എടുത്തിട്ട് ജാട കാണിക്കുന്നത് ചങ്കുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്തിട്ട് പറയും എല്ലാം കണക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം.